വിവാദ പെരുമഴകൾക്ക് ഇനി ശക്തി കൂടും. തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ മുന്നണിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു മുഴ മുൻപെറിഞ്ഞ UDF നിറഞ്ഞു നിൽക്കുമ്പോൾ മത്സരിക്കാൻ തിരക്ക് കൂട്ടി CPM പ്രമുഖർ പരസ്പരം അടികൂടുകയാണ്. അപ്പോഴും UDFിന്റെ നീക്കങ്ങൾ അതിവേഗം ബഹുദൂരം തന്നെ മുന്നേറുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം ഉടൻ പൂർത്തിയാകുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഉറപ്പു നൽകിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ മുന്നണിയിലെ മറ്റു പാർട്ടികളുമായിട്ട് ചില തർക്കങ്ങളുണ്ട്. അത് നേതൃത്വം ഇടപെട്ട് പരിഹരിക്കുമെന്നും SIRലെ പ്രവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ ലീഗ് ഇടപെടുമെന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ലീഗിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയത്. ആരുടെ വോട്ടും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് കൂടി ഉറപ്പ് ഇവിടെ നൽകുകയാണ്. മുഖ്യമന്ത്രിക്കെതിരായ പരാമർശത്തിൽ പാർട്ടി നിലപാട് പറഞ്ഞെന്നും അതിൽ കൂടുതലായി തനിക്കൊന്നും പറയാനില്ല എന്ന് കൂടി സലാം പറഞ്ഞു വെച്ചു. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തിന് പുറമെ കൊല്ലം കോർപ്പറേഷനിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചാരണത്തിൽ മുന്നിൽ കയറി നിൽക്കുകയാണ് കോൺഗ്രസ്. കൊല്ലത്ത് 13 സീറ്റുകളിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കൊല്ലം ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാനായിരുന്ന INUTC ജില്ലാ പ്രസിഡന്റും KPCC അംഗവുമായ AK ഹഫീസിനെ UDF മേയർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് 15 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ എണ്ണം 63 ആയി. RSP 5 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. CMP 3 പേരെയും 101 അംഗ കോർപ്പറേഷൻ UDFന് 71 സ്ഥാനാർത്ഥികളായി മാറിയിട്ടുണ്ട്. ഇതോടെ കോൺഗ്രസ് 85 സീറ്റിൽ മത്സരിക്കാനാണ് സാധ്യത കാണുന്നത്. ഭൂരിഭാഗം സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചതോടെ തിരുവനന്തപുരത്ത് കോൺഗ്രസ് പ്രചാരണത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ചുമതല വഹിക്കുന്ന K മുരളീധരൻ നയിക്കുന്ന വാഹന പ്രചാരണ ജാഥ 101 വാർഡുകളിലൂടെയും സഞ്ചരിക്കും. കഴിഞ്ഞ തിങ്കളാഴ്ച ആരംഭിച്ച ജനകീയ യാത്ര ഈ മാസം 12-നാണ് സമാപിക്കുക. കോഴിക്കോട് കോർപ്പറേഷനിൽ ഈ മാസം 10-ന് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും എന്നുകൂടി അറിയിക്കുന്നുണ്ട്. മറ്റ് കോർപ്പറേഷനുകളിൽ ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നും സീറ്റ് വിഭജനം സുഗമമായിട്ട് പൂർത്തിയാക്കുമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് LDF ഉള്ളത്. സീറ്റ് വിഭജന ചർച്ചകൾക്ക് പൂർത്തിയാകാത്തതാണ് തടസ്സമായി നിൽക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അന്ന് കോർപ്പറേഷനുകളിൽ പരമാവധി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് ലക്ഷ്യം. തിരുവനന്തപുരം കോർപ്പറേഷനിലാവട്ടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമായേക്കും. മറ്റ് കോർപ്പറേഷനുകളിൽ ദിവസങ്ങൾക്കുള്ളിൽ ധാരണയുണ്ടാക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് BJPയുടെ തീരുമാനം. കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഓരോ വാർഡിലും 3 പേരുകൾ വീതം കൈമാറും. കോർപ്പറേഷനിലെയും ജില്ലാ പഞ്ചായത്തിലെയും 3 പേർ വീതമുള്ള സാധ്യതാ പട്ടിക സംസ്ഥാന കോർ കമ്മിറ്റിയാണ് പരിഗണിക്കുന്നത്. തിരുവനന്തപുരത്ത് ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി, തൃശൂരിൽ MT രമേശുമാണ് പട്ടികയിൽ അന്തിമ ചർച്ച നടത്തുന്നത്. നഗരസഭയിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും സാധ്യതാ പട്ടിക ജില്ലാ കോർ കമ്മിറ്റിയിലാണ് പരിഗണിക്കുന്നത്. സംസ്ഥാന കോർ കമ്മിറ്റിയിലെ മുതിർന്ന അംഗങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്ത് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. പഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥി നിർണയം മണ്ഡലം തലത്തിലാണ് നടത്തുന്നത്. LDFും BJPയും ഈ തെരഞ്ഞെടുപ്പിനനുബന്ധിച്ച് അന്തം വിട്ട പോലെ നിൽക്കുമ്പോൾ കോൺഗ്രസ് അതിവേഗം മുന്നോട്ട് പോവുകയാണ്. പരമാവധി എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്തും അവർ സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുൻകൂട്ടി പ്രഖ്യാപിക്കുക എന്നർത്ഥം അതിൽ ഒരു പടി നീക്കം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇത്തവണ ചുവടുറപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്.